ഗാസ സിറ്റിയിൽ കരസേന മുന്നേറ്റത്തിനൊരുങ്ങുമ്പോൾ ലോകത്തെ നടക്കുന്ന നീക്കവുമായി ഹമാസ്. തടവിലായ 47 ഇസ്രായേലികൾ എല്ലാവരുടെയും മുഖചിത്രങ്ങൾ യാത്രാമൊഴി സന്ദേശത്തോടൊപ്പം പുറത്തുവിട്ടു. വിടവാങ്ങൽ ചിത്രം എന്ന അടിക്കുറിപ്പോടെയായിരുന്നു അൽ ഖസം ബ്രിഗേഡിന്റെ പ്രസിദ്ധീകരണം. ചിത്രങ്ങളുടെ അടിയിൽ ഒരേ പേരാണ്. 1986 കാണാതായ ഇസ്രായേൽ വ്യോമസേന ഉദ്യോഗസ്ഥൻ റോൺ ആരാദ്. നമ്പറുകൾ 1 മുതൽ 47 വരെ. സന്ദേശം വ്യക്തമാണ്. റോൺ അറാദിനുണ്ടായ ദുരന്തമാണ് ഇനി ബന്ദികളുടെ വിധി. ഗാസ സിറ്റി പിടിച്ചെടുക്കുവാനുള്ള ഓപ്പറേഷനുമായി ഇസ്രായേലി സേന മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഭീകരർ ഇത്തരമൊരു നടപടിക്ക് മുതിർന്നത്. ഇസ്രായേലി വ്യോമസേന ഉദ്യോഗസ്ഥൻ റോൺ അറാദിന് എന്തു പറ്റിയെന്നറിയാത്ത ഈ ഒരു ഗതി ഗാസയിലെ ബന്ദികൾക്കും വരുമെന്നാണ് ഹമാസ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ചിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സന്ദേശത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബന്ദി മോചനം ഉൾപ്പെടുന്ന വെടിനിർത്തൽ കരാർ തള്ളിക്കളഞ്ഞുവെന്നും ഇസ്രായേലി സൈനിക മേധാവി ഇയാൽ സമീർ ഗാസ സിറ്റി പിടിച്ചെടുക്കുവാനുള്ള ഓപ്പറേഷനുമായി മുന്നോട്ടു പോകാൻ തയ്യാറായി എന്നും പറയുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിസമ്മതവും ലഫ്റ്റനന്റ് ജനറൽ സമീറിന്റെ കീഴടങ്ങലും കാരണം ഗാസ സിറ്റിയിൽ സൈനിക നടപടികൾ ഉണ്ടാകുമ്പോൾ ഒരു വിടവാങ്ങൽ ചിത്രം എന്ന അടിക്കുറിപ്പോടെയാണ് ഈ ചിത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഗാസ തടവുകാരെ ഗാസ നഗരത്തിന്റെ അയൽപ്പക്കങ്ങളിൽ താമസിപ്പിച്ചിട്ടുണ്ട്. നെതന്യാഹു അവരെ കൊല്ലാൻ തീരുമാനിക്കാത്തിടത്തോളം കാലം അവരുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല എന്നാണ് അൽ ഖസം ബ്രിഗേഡ് പ്രസ്താവനയിൽ ഭീഷണി മുഴക്കുന്നത്. ഇസ്രയേലി പ്രസിദ്ധീകരണമായ വൈനെറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 47 ബന്ദികളിൽ 20 പേർ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുള്ളൂ. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. 2024 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് ഹമാസ് 30 തടവുകാരെയാണ് വിട്ടയച്ചത്. 2000-ഓളം പേരെയാണ് ഇസ്രായേൽ ഇതുവരെ വിട്ടയച്ചിട്ടുള്ളത്. ഇസ്രായേൽ സൈന്യം കരയിലൂടെ ഗാസ പിടിച്ചെടുക്കാൻ മുന്നേറുമ്പോൾ ബന്ദികളെ നേരിട്ട് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് ഹമാസ്. ഇപ്പോൾ 47 തടവുകാരുടെ ജീവൻ ഇപ്പോൾ നെതന്യാഹുവിന്റെ തീരുമാനത്തിന്റെ കരുനിഴലിലാണ്. ഇതിനിടെ ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം മാത്രം കൊല്ലപ്പെട്ടത് കുട്ടികളടക്കം 84 പേരാണ്. വൻ നശീകരണ ശേഷിയുള്ള ബോംബുകൾ ഉപയോഗിച്ചാണ് സിവിലിയൻ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങൾ തകർക്കുന്നത്. ആയുസിൽ കണ്ട ഏറ്റവും മോശം തകർച്ചയെന്ന് UN സെക്രട്ടറി ജനറൽ പറയുന്നു. മനുഷ്യർക്ക് താമസിക്കാൻ പറ്റാത്ത ഇടമായി ഗാസയെ മാറ്റിയെടുക്കുകയാണ് ആക്രമണ ലക്ഷ്യം. തന്റെ ജീവിതകാലത്തെ ഏറ്റവും മോശമായ മരണം തകർച്ചയുമാണ് ഇത്തരത്തിൽ ഗാസയിൽ കാണുന്നതെന്നാണ് UN സെക്രട്ടറി ജനറൽ ആന്റണി ഗുട്ടറൻസ് പ്രതികരിച്ചത്. ഇസ്രായേൽ ഭീഷണിക്ക് അന്താരാഷ്ട്ര സമൂഹം വഴങ്ങരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. 5 ലക്ഷത്തോളം പേരാണ് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്തത്. ഇസ്രായേൽ സേന സുരക്ഷിതമെന്ന് പറഞ്ഞ തെക്കൻ ഗാസയിലെ മവാസിയിൽ ആൾത്തിരക്ക് മൂലമുള്ള ദുരിതം വിവരണാതീതമാണ്. വഴിയോരങ്ങളിൽ ടെന്റുകൾ പോലും ഇല്ലാതെ ജീവിതം തള്ളി നീക്കുകയാണ് പതിനായിരങ്ങൾ. ഗാസയുടെ മണ്ണിൽ നിന്ന് ഉയർന്നത് വെടിയൊച്ചകളുടെയും സ്ഫോടനങ്ങളുടെയും ശബ്ദം മാത്രമല്ല, നിസ്സഹായരായ മനുഷ്യരുടെ നിലവിളിയിൽ കൂടി ആ കൂട്ടത്തിലുണ്ട്. ഈ കൊടും യാതനകൾക്കിടയിൽ ഒരു സ്വതന്ത്ര സംഘടനയുടെ റിപ്പോർട്ട് ലോക മനസാക്ഷി ഒന്നുകൂടി ഞെട്ടിക്കുകയാണ്. സ്വതന്ത്ര അക്രമ നിരീക്ഷണ സംഘടനയായ ആക്ലേറ്റ് നടത്തിയ പഠനം അനുസരിച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഓരോ 16 ഫലസ്തീനികളിൽ 15 പേരും സാധാരണക്കാരാണ്. അതായത് ഒരു യുദ്ധത്തിലും ആയുധമെടുക്കാത്ത സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരുമാണ്. ഈ കണക്കുകൾ വെറും അക്കങ്ങളല്ല, മറിച്ച് തകർന്ന സ്വപ്നങ്ങളുടെയും തകർന്ന കുടുംബങ്ങളുടെയും ഓർമ്മപ്പെടുത്തലുകളാണ്. മനുഷ്യത്വത്തിന് വിലയില്ലാതാകുന്ന ഒരു ദുരന്ത ഭൂമിയായി ഗാസ മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന ഓർമ്മപ്പെടുത്തൽ. മാർച്ചിനു ശേഷം 16,000-ലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ സൈന്യം 2100-ലധികം ഹമാസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ ആക്ലേറ്റ് ഡാറ്റ പ്രകാരം ഈ സംഖ്യ 1100-നോട് അടുത്താണ്. ഇത് മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മാർച്ചിൽ സംഘർഷം പുനരാരംഭിച്ചതിനു ശേഷം ഗാസയിൽ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നത് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 മാസത്തിനിടെ 698 കെട്ടിടങ്ങൾ നശിപ്പിച്ചെങ്കിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 500 കെട്ടിടങ്ങൾ പൊളിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് സാധാരണക്കാരുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നുവെന്നത് വ്യക്തമാണ്. ഗാസ നഗരത്തിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു ചെല്ലാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. സ്വന്തം വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു. അന്താരാഷ്ട്ര സമൂഹം, പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങൾ ഈ നീക്കത്തിനെതിരെ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലി ആക്രമണങ്ങളിൽ ഹമാസ് സൈനിക വിഭാഗത്തിലെ 40-ൽ-അധികം കമാൻഡർമാരെയും പ്രധാന പ്രവർത്തകരെയുമാണ് വധിച്ചത്. ഇത് ഹമാസിന്റെ സൈനിക ശേഷി ഗണ്യമായി കുറച്ചതായി ആക്ലേറ്റ് ചൂണ്ടിക്കാട്ടി. എങ്കിലും ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് എളുപ്പമല്ലെന്നും നിലവിൽ അവർക്ക് അവശേഷിക്കുന്ന ശക്തി സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും സൈനിക നടപടികൾ വേഗത്തിലാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് അവർ ഊന്നി പറയുന്നത്. ലോകത്ത് മറ്റാരും നടത്താത്ത ഒരു യുദ്ധമാണ് ഞങ്ങൾ നടത്തുന്നത്. ഒരു ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥന്റെ അഭിപ്രായമാണിത്. ഹമാസ് ഇനി ഗാസ ഭരിക്കില്ലെന്ന് ഉറപ്പാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് അവർ പറയുന്നത്.
2023 ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചതു മുതൽ ഗാസയിൽ 65,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും 1,60,000-ത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വീടുകളിൽ 90% തകർന്നിട്ടുണ്ട്. ആരോഗ്യ സേവനങ്ങൾ പൂർണ്ണമായും തകർന്നു. വടക്കൻ മേഖലയിൽ ക്ഷാമം പ്രഖ്യാപിക്കപ്പെട്ടത് ഒരു ഗുരുതരമായ മാനുഷിക ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ റിപ്പോർട്ട് ഗാസയിലെ യുദ്ധത്തിന്റെ ഭീകരതയുടെ മറ്റൊരു നേർക്കാഴ്ചയാണ് നൽകുന്നത്. സാധാരണക്കാരുടെ ജീവന് വില കൽപ്പിക്കാത്ത ഒരു യുദ്ധമെന്ന നിലയിൽ ഈ സംഘർഷം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കകളാണ് ഉയർത്തുന്നത്. മനുഷ്യന് ക്രൂരതയുടെ ജീവനുള്ള തെളിവായി ഗാസ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം വീടിന്റെ വാതിലിൽ പോലും സുരക്ഷിതത്വം നഷ്ടപ്പെട്ടവരാണ് ഇവിടുത്തെ ജനങ്ങൾ. ഓരോ കണക്കിന് പിന്നിലും ഒരു കുടുംബത്തിന്റെ ഹൃദയവേദന, ഒരു അമ്മയുടെ കണ്ണുനീർ, ഒരു കുഞ്ഞിന്റെ അവസാന ശ്വാസം എന്നിവ ഒളിഞ്ഞിരിക്കുന്നു. ഗാസയുടെ നിലവിളി ഇനി വെറും ഫലസ്തീന്റേത് മാത്രമല്ല, മറിച്ച് അത് മുഴുവൻ ലോകത്തിന്റെ മനസാക്ഷിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നിലവിളിയാണ്. ഇതിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലയും വംശഹത്യയും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് മലങ്കര മാർത്തോമാ സഭ. ഇതിനെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധവും സമ്മർദ്ദവും ഉയരണം. ഇസ്രായേൽ ഇപ്പോഴും കടുത്തക്കാര വ്യോമ ആക്രമണങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 75-ലധികം ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. 10,000-ങ്ങൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 വർഷത്തിനിടെ 65,000-ത്തിൽ കൂടുതൽ ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഗാസയിലെ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നുകളില്ല. ഭക്ഷണവും മരുന്നുകളും അടക്കമുള്ള അവശ്യ വസ്തുക്കൾ ഗാസയിൽ എത്തിക്കാൻ സന്നദ്ധ സംഘടനകൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് ഇസ്രായേൽ അനുവദിക്കുന്നുമില്ല. 10 ലക്ഷത്തോളം വരുന്ന ഗാസയിലെ ജനങ്ങളിൽ വലിയൊരു ശതമാനം പലായനം ചെയ്തു കഴിഞ്ഞു. ഹമാസ് നടത്തിയ ആക്രമണത്തിന് പ്രതികാരമെന്ന നിലയിൽ ഇസ്രായേൽ ആരംഭിച്ച ആക്രമണം ഇപ്പോൾ അതിരുകടന്ന ക്രൂരതയായി മാറിക്കഴിഞ്ഞു. ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് UN അന്വേഷണ കമ്മീഷൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഗാസയിൽ ദീർഘനാളായി നിലനിൽക്കുന്ന ദുരിതം അവസാനിപ്പിക്കാൻ സഭാസമൂഹം ശബ്ദമുയർത്തണം. ഗാസയിലെ സംഘർഷത്തിന് അയവ് വരുന്നതിന് മേഖലയിൽ ശാശ്വത സമാധാനം കൈവരുന്നതിനുമായി സെപ്റ്റംബർ 21 ഞായറാഴ്ച മാർത്തോമാ സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥന നടത്തുമെന്നും ഡോക്ടർ തിയാഡോഷ്യസ് മാർത്തോമാ മെത്രോപൊലീത്ത പ്രസ്താവനയിൽ അറിയിച്ചു.